നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ശ്വാസതടസ്സത്തെ പറ്റിയാണ്. പ്രത്യേകിച്ചും അവരുടെ അപ്പർ എയർവേയിൽ ഉണ്ടാകുന്ന ശ്വാസതടസ്സത്തെ പറ്റി. ശ്വാസതടസ്സം ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മുടെ ശ്വാസനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൻ്റെ തുമ്പ് മുതൽ നമ്മുടെ ലങ്സിൻ്റെ എൻഡ് വരെ എൽവിയോളായി വരെയുള്ള ഭാഗമാണ് നമ്മുടെ ശ്വാസനാൾ. ഇതിനകത്ത് നമ്മുടെ വോക്കൽ കോഡിൻ്റെ ലെവലിലോ അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷനോ അസുഖങ്ങൾക്ക് നമ്മൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനും അല്ലെ അതിന് മേലുണ്ടാകുന്ന ഭാഗങ്ങളിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആയിട്ട് കണക്ക് കൂട്ടുന്നു. ഇപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ എയർവേയിൽ വരാൻ പോകുന്ന ഒബ്സ്ട്രക്ഷനെ പറ്റിയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കാണുമായിരിക്കും, കുട്ടികൾ ഉറക്ക സമയത്ത് അവർ രാത്രി കിടക്കുമ്പോൾ അവരുടെ ഉറക്കം ഡിസ്റ്റർബ് ആകുന്നു, അവർക്ക് നേരെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങുവാണെങ്കിൽ ചിലപ്പം വാ പൊളിച്ച് കിടന്നുറങ്ങുന്നു, മൂക്കിൽ കൂടെ ശ്വാസം പോകുന്നില്ല, കൂർക്കം വലി വരുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ചിലപ്പം തിരിഞ്ഞും മറിഞ്ഞും രാത്രി കിടക്കും. അവരുടെ ഉറക്കം ശരിയാകാത്ത കാരണം കൊണ്ട് ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മൂത്രം വരെ ഉറക്കത്തിൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശ്വാസനാളിൽ ഏതെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞിട്ടാണ് അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയിപ്പം നമ്മൾ ഈ ശ്വാസനാളിൽ തടസ്സം ഉണ്ടാകുന്ന കാര്യത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ, ഒരാളുടെ ബ്രീതിങ്ങിൽ രാത്രി കാലങ്ങളിൽ 10 സെക്കൻഡ്സിൽ കൂടുതൽ നിന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് കുട്ടികളിലും സംഭവിക്കും, വലിയവർക്ക് സംഭവിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, വലിയവരാണെങ്കിൽ മിക്കവാറും പ്രായമായി കഴിഞ്ഞാൽ മിക്കവാറും പേർക്കും കൂർക്കം വലിയുടെ അസുഖമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് നമ്മുടെ കുട്ടികളിലുള്ള സംസാരം കാരണം കൊണ്ട് ഞാൻ അതിനെപ്പറ്റി മാത്രം ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരാളെ ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ നമ്മൾ നോക്കുക, ഇത് നമ്മുടെ മൂക്കിൻ്റെ ഏരിയയാണ്. ഇവിടെ മുതൽ മൂക്കിൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്വാസം പോകുന്ന വഴി ഇതാണ്. ഇത് മൂക്കിൻ്റെ ബാക്ക് ഏരിയ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ട ഭാഗം, നമ്മുടെ ടോൺസിൽസ് ഒക്കെ വരുന്ന ഭാഗം. ഇത് കഴിഞ്ഞിട്ട് പുറകോട്ട് പോകുമ്പോൾ ഈ ഏരിയ വോക്കൽ കോഡ് വരെയുള്ള. അപ്പം ഇവിടം മുതൽ ഇവിടം വരെ ഏരിയയാണ് നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ലെവൽ മുതൽ താഴോട്ടുള്ള ഭാഗം വോക്കൽ കോഡ്, ട്രക്കിയായ, പിന്നെ അതിൻ്റെ ബൈഫർക്കേഷൻ, ബ്രോങ്കസ്, അതൊക്കെ നമ്മൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സംസാരം ഈ ഏരിയയെ പറ്റിയുണ്ട്. ഇനിയിപ്പം ഒരു കുട്ടിക്ക് ഉറക്കത്തിൽ പ്രശ്നം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് കൂട്ടും. ഒന്ന് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ. സെൻട്രൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ ഏതോ ഉറക്ക തടസ്സം അവരുടെ ബ്രെയിനിലുള്ള പ്രശ്നം കാരണം കൊണ്ട് ഉണ്ടാകുന്ന ശ്വാസതടസ്സത്തിനാണ് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഫറൽ സ്ലീപ്പ് അപ്നിയ. ദാറ്റ് മീൻസ് പെരിഫറി ലെവലിലുള്ള ഒബ്സ്ട്രക്ഷൻ കാരണം ഉണ്ടാകുന്ന സ്ലീപ്പ് അപ്നിയ. ഇതിനുള്ള നമ്മൾ സാധാരണഗതിയിൽ സ്ലീപ്പ് സ്റ്റഡി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ആ ആളിന് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ ആണോ പെരിഫറൽ സ്ലീപ്പ് അപ്നിയ ആണോ. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുന്ന ഈ പെരിഫറൽ സ്ലീപ്പ് അപ്നിയ ചില കുട്ടികൾക്ക്, ചില മനുഷ്യർക്ക് ഇത് രണ്ടും കൂടെ ചേർന്നും വരാറുണ്ട്. അപ്പോൾ അതിനെ മിക്സ് ടൈപ്പ് നമ്മൾ പറയാൻ പറ്റും. ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ മൂക്കിനകത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ മൂക്കിനകത്ത് ചില ദശകളുണ്ട്, 1, 2, 3 ദശകൾ. അതുപോലെ തന്നെ ഇവിടെ പുറകോട്ട് വരുമ്പം ഇതൊക്കെ നോർമൽ സാധനങ്ങളാണ്. പക്ഷെ ചില കണ്ടീഷനിൽ അതിൻ്റെ അബ്നോർമാലിറ്റീസ് കാരണം കൊണ്ട് നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കാരണം എന്തുവാ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ മനുഷ്യരെല്ലാം ബ്രീത് ചെയ്യുന്ന ഒരു നെഗറ്റീവ് രീതിയിലാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ അകത്തോട്ട് ശ്വാസം ഓട്ടോമാറ്റിക്കലി പോകുക. അതിൻ്റെ കാരണം എന്താ, നമ്മുടെ ഡയഫ്രാമും നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസും താഴോട്ട് പോവുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കാറ്റ് മേളിൽ നിന്ന് വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് എക്സ്പെരിമെൻ്റ് നോക്കുക. ഒരു പത്രത്തെ നമ്മൾ ചുരുട്ടി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് വലിക്കുവാണെങ്കിൽ മുമ്പിലത്തെ വൈഡുള്ള ഏരിയ അകത്തോട്ട് വലിഞ്ഞ് കൊളാപ്സ് ചെയ്യുന്ന കണ്ടീഷൻ കാണാം. സെയിം പ്രിൻസിപ്പിളായി ഇവിടെ അലൗ ആകുന്നത്. നമ്മുടെ ഈ ഏരിയയിൽ ഏതെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഏരിയ അങ്ങ് തടസ്സം വരും, പിന്നെ കാറ്റ് അകത്തോട്ട് പോകത്തില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുന്ന കാര്യങ്ങളിൽ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻറ്റൂറി ഫിനോമിന എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റ് എയർ ഫോഴ്സിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ വാൾസിൽ ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാകും. ഈ നെഗറ്റീവ് പ്രഷർ കാരണം കൊണ്ട് വാൾ അകത്തോട്ട് കൊളാപ്സ് ചെയ്യും. ബോൺസ് ഒക്കെ ഭാഗമാണെങ്കിൽ അതിനെ കൊളാപ്സ് ചെയ്യാനുള്ള കാരണമില്ല. പക്ഷെ സോഫ്റ്റ് ടിഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അകത്തോട്ട് കൊളാപ്സ് ചെയ്തിട്ട് ഈ ഏരിയയെ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ ബാക്ക് ഏരിയ വരുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മൂക്കിൻ്റെ പാലം ഇത് കഴിഞ്ഞാൽ പിന്നുള്ള ഒരു ഭാഗം കോമൺ ട്യൂബാണ്.
അപ്പം നമ്മുടെ ഇവിടുന്ന് കാറ്റ് ഇടത്തുനിന്നും വലത്തോട്ട് പോയിട്ട് ഈ കോമൺ ട്യൂബ് വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇതൊരു സിംഗിൾ ട്യൂബ് പോലെ ഫീൽ ചെയ്യുന്നത്. ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇതുപോലത്തെ ഒരു ട്യൂബ് ആണെങ്കിൽ ഈ ട്യൂബിൽ കൂടെ കാറ്റ് ഫോഴ്സ്ലി പോകുമ്പം ഈ വോൾസിലോട്ട് ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഈ നെഗറ്റീവ് പ്രഷറാണ് ഈ വോളിനെ കൊളാപ്സ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെയൊക്കെ ദശകളൊക്കെ വരുവാണെങ്കിൽ അതൊരു കൊളാപ്സ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു പൗളീസ് ലോ അനുസരിച്ച് ഇവിടെ ഒരു ട്യൂബിൻ്റെ പകുതി ഭാഗം ഞാൻ ബ്ലോക്ക് ചെയ്തെന്ന് വെച്ചു, പകുതി ഭാഗം ഓപ്പൺ ആണെങ്കിൽ പോലും ഈ പോകുന്ന കാറ്റിന് 4 times മോർ നെഗറ്റീവ് പ്രഷർ ഉണ്ടാക്കാൻ പറ്റും. ബിക്കോസ് ആ സെയിം വെലോസിറ്റി പോകുന്ന കാറ്റ് തന്നെ പകുതി ഭാഗം ഞാൻ ഓബ്സ്ട്രക്ട് ചെയ്ത് കഴിയുമ്പം അതിന് 4 തവണ അതിന് എയർവേ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത് കാരണം കൊണ്ട് ചെറിയ ഓബ്സ്ട്രക്ഷൻ പോലും നമുക്ക് മൂക്കിനകത്ത് ശ്വാസതടസ്സം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പം ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള കാരണങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. ചില കാരണങ്ങൾ ജന്മനാ ഉള്ള കാരണങ്ങളുണ്ട്. ജന്മനാ ഉള്ള കാരണങ്ങളിനകത്ത് മൂക്ക് ചില കുഞ്ഞുങ്ങൾക്ക് കാണത്തേയില്ല. ചില കുഞ്ഞുങ്ങളുടെ മൂക്കിന്റെ ബാക്ക് ഏറിയാൽ ഈ ഭാഗത്ത് ചിലപ്പോൾ ഒരു ട്യൂബ് പോലെ ഒരു മെംബ്രെയിൻ പോലെ കാണും, ചിലപ്പോൾ ഒരു ബോൺ പോലെ കാണും. ദാറ്റ് മീൻസ് മൂക്കിന്റെ ബാക്ക് ഏരിയയിൽ ഓപ്പണിംഗ് ഇല്ല. ഇതൊരു അക്യൂട്ട് എമർജൻസിയാണ്. നമ്മൾ ചിലപ്പം കണ്ടു കാണും ഡെലിവറി സമയത്തൊക്കെ കുഞ്ഞ് ഡെലിവർ ആയി കഴിഞ്ഞാൽ ഉടനെ പീഡിയാട്രീഷ്യൻ മൂക്ക് സക്ഷൻ ചെയ്യുന്നത്. ആ സക്ഷൻ ചെയ്യുന്ന രീതിയിൽ അവർ ശ്രമിക്കുന്നത് ഇവിടെയുള്ള സിക്രീഷൻസിനെല്ലാം ക്ലിയർ ചെയ്യാം. ബിക്കോസ് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഹാബിച്വൽ നേസൽ ബ്രീതേഴ്സാണ്. മൂക്കിൽ കൂടെ ശ്വാസം എടുക്കണമെന്ന് മസ്റ്റാണ്. ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അതിന് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അത് ഡോക്ടേഴ്സ് ഇൻ്റർവെൻഷൻ ചെയ്തില്ലെങ്കിൽ അത് മരിക്കാൻ സാധ്യതയുള്ള കണ്ടീഷനാണ്. അപ്പം ആ കണ്ടീഷനാണ് ഞങ്ങൾ പറയുന്നത് കോയനൽ എട്രേസിയ എന്ന് പറയും. മൂക്കിൻ്റെ ബാക്ക് പോർഷനിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ടിരിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് കാറ്റ് പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഇമ്മീഡിയറ്റ്ലി വായിൽ കൂടെ ട്യൂബ് ഇട്ടിട്ട് ആർട്ടിഫിഷ്യലായിട്ട് പേഷ്യൻറ്റിനെ ഓക്സിജനേറ്റ് ചെയ്യും, സോ ദാറ്റ് ചൈൽഡ് ക്യാൻ സർവൈവ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിനകത്ത് ജന്മനാ ചില സിസ്റ്റുകൾ, ചില ഗ്രോത്തുകൾ അങ്ങനെ വല്ല ഉണ്ടായിക്കഴിഞ്ഞാലും ഈ ഡെർമോയിഡ് സിസ്റ്റ്, നേസൽ സിസ്റ്റ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും മൂക്കിൽ തടസ്സം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ജന്മനാ നിങ്ങൾ കാണും ഫേഷ്യൽ ഡിഫോർമിറ്റീസ് ഉണ്ടാകും. ഈ ഫേഷ്യൽ ഡിഫോർമിറ്റീസ് ഓരോ സിൻഡ്രോമിക് കണ്ടീഷൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. ആ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുമ്പോൾ ചില കുഞ്ഞുങ്ങളുടെ താടി നോർമൽ പ്ലേസിൽ നിന്ന് ഒത്തിരി ബാക്കിലോട്ട് മാറിയിരിക്കുന്നതാണ്. ചില സിൻഡ്രോംസുകളിൽ അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും, ഈ താടി പുറകോട്ട് വരുമ്പോൾ നാക്കും പുറകോട്ട് പോകും. നാക്കും പുറകോട്ട് പോകുമ്പോൾ ഈ ലെവലിൽ അതിന് ഒബ്സ്ട്രക്ഷൻ വരാൻ സാധ്യതയുണ്ട്. മൂക്കിനകത്തും അതുപോലെ ചില അബ്നോർമാലിറ്റീസ് കാരണം കൊണ്ട് ഈ ചില ക്ലെഫ്റ്റ് ലിപ്പ്, അപ്പോൾ അത് കാരണം കൊണ്ട് മൂക്കിനകത്തെ ദ്വാരം ക്ലിയർ ആയിട്ട് ഓപ്പൺ അല്ലെങ്കിൽ പോലും ഒബ്സ്ട്രക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ചില കണ്ടീഷനിൽ നാക്കിൻ്റെ സൈസ് ആവശ്യത്തിനേക്കാളും കൂടുതൽ വലുതാണെങ്കിൽ പോലും ഈ നാക്കിൻ്റെ സൈസ് കാരണം കൊണ്ട് കുട്ടി കിടക്കുമ്പോഴത്തേക്ക് നാക്ക് പുറകോട്ട് വരുന്ന കാരണം കൊണ്ട് ശ്വാസതടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ അക്വയർഡ് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, കോമൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി ആയിട്ട് നമ്മുടെ മൂക്ക് അടിച്ച് വീഴുകയോ വല്ല ചെയ്യുക, മൂക്കിൻ്റെ പാലത്തിന് നീര് വെക്കുകയോ അല്ലെ സൈഡിൽ ബ്ലഡ് ക്ലോട്ട് വരികയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൂക്കിന് ശ്വാസം പോകാൻ പ്രശ്നമുണ്ട്. ഇതല്ലാതെ തന്നെ നമ്മൾ വേറെ വീണിട്ട് ഫ്രാക്ചേഴ്സ് ഒക്കെ സംഭവിക്കുക, നെയ്സൽ ബോൺ ഫ്രാക്ചറോ അല്ലെ അപ്പർ പാലറ്റിൽ ഇഞ്ചുറീസ് വല്ല വരുവാണെങ്കിലും കുഞ്ഞിൻ്റെ ശ്വാസത്തിന് തടസ്സം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതല്ലാതെ ചില ക്യാൻസർ കണ്ടീഷൻസ് ഉണ്ട്, കുട്ടികളെ മാത്രം ബാധിക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ജുവനൈൽ എൻജിയോഫൈബ്രോമ, റെബ്ഡോമയോമ, പിന്നെ ഓൾഫാക്ടറി ന്യൂറോബ്ലാസ്റ്റോമ, ഇതൊക്കെ കണ്ടീഷൻസ് ഒക്കെ കുട്ടികളുടെ മൂക്കിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ചില കണ്ടീഷൻസ് നമ്മൾ അതർ കാറ്റഗറിയിലൊക്കെ കൂട്ടാറുണ്ട്. അതാണ് നമ്മൾ അതിനകത്ത് ഏറ്റവും കോമണൈസ്ഡ് ഉള്ള ഒരു കണ്ടീഷനാണ് അഡിനോയിഡ് ഗ്രോത്ത്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ഫോക്കസ് കൂടുതലും അഡിനോയിഡിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ബിക്കോസ് ഇത് വൺ ഓഫ് ദ കോമണസ്റ്റ് കണ്ടീഷനാണ്. അഡിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടും പറഞ്ഞാൽ മൂക്കിൻ്റെ ബാക്ക് ഏരിയയിൽ ഈ ഭാഗത്തായിട്ടുള്ള ഒരു ലിംഫോയിഡ് ടിഷ്യൂ. ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോൺസിൽ പോലത്തെ ഒരു ടിഷ്യൂ ഇവിടെ വലുതായിട്ട് വരും. ഇത് കുട്ടികളിലാണ് സാധാരണ കാണുന്നത്. സാധാരണ 1.5 വയസ്സ് 2 വയസ്സ് മുതൽ ഇതിൻ്റെ സൈസ് എൻലാർജ് ആകും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ ലോഡ് കൂടുമ്പോഴത്തേക്ക് ഈ അഡിനോയിഡ് സൈസ് വലുതായി വരും. ഇത് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇത് 2 വയസ്സ് മുതൽ വികസിച്ചിട്ട് 5 വയസ്സാകുമ്പോഴത്തേക്ക് അത് പീക്കാവും. പിന്നെ അത് കഴിഞ്ഞ് ചിലർക്ക് അത് റിഗ്രസ് ആകാൻ തുടങ്ങും. സാധാരണ പണ്ടത്തെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു 10-13 വയസ്സാകുമ്പോഴത്തേക്ക് ആ അഡിനോയിഡ് ഗ്രോത്ത്
കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു. ചില കുട്ടികളിൽ ഈ സാധനം 13 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഇത് കുറയാതിരിക്കാറുണ്ട്. ആ കുട്ടികളുടെ നമ്മൾ സാധാരണ അവർ എക്സ്റേ എടുക്കുകയോ അല്ലെ അവരുടെ ഈ കംപ്ലൈൻ്റ് ആയിട്ട് ശ്വാസതടസ്സം കംപ്ലൈൻ്റ് ആയിട്ട് വരുമ്പോൾ അവരുടെ എക്സ്റേയോ നെയ്സൽ എൻഡോസ്കോപ്പിക്ക് എടുക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഈവൻ ചില അഡൾട്ട് കണ്ടീഷനിൽ പോലും നമുക്ക് അഡ്നോയിഡ് ടിഷ്യൂസ് 30-40 വയസ്സുള്ള മനുഷ്യർക്ക് അഡ്നോയിഡ് ടിഷ്യൂസ് കാണാറുണ്ട്. അതൊരു നെയ്സൽ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അവരുടെ കംപ്ലൈൻറ്റ് ഈ നെയ്സൽ ഒബ്സ്ട്രക്ഷനും കൂർക്കം വലി എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ കാണിക്കുന്നത്. ഈ കുട്ടികൾക്ക് ഈ പ്രശ്നം കാരണം ഉണ്ടാകുന്ന കാരണങ്ങൾ നമ്മൾ പറഞ്ഞത് കൂർക്കം വലി വൺ ഓഫ് ദ വെരി കോമൺ കണ്ടീഷൻസ് ആണ്. രണ്ടാമത്തെ കാര്യം വാ തുറന്നുറങ്ങുന്നു. ചില കുട്ടികൾ അവരുടെ തംസ് വായി വെച്ച് സക്ക് ചെയ്യും. അതിന് കാരണം അവർക്ക് മൂക്കിൽ കൂടെ ശ്വാസം പോകാതെ വരും. രാത്രിയിൽ അവർക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു എയർവേ കൂടെ അതുണ്ടാക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ ഭയങ്കര ഇറിറ്റബിളാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ അവർ 8-10 മണിക്കൂർ കിടന്ന് ഉറങ്ങുവാണെങ്കിലും അവരുടെ ഉറക്കം ശരിയാകുന്നില്ല. അവർ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായ കാരണം കൊണ്ട് പകൽ സമയത്ത് അവർ ഉണർന്നു വരുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും. ചിലപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾ തന്നെ ചിലപ്പോൾ ഉറക്കം തൂങ്ങും, ചിലപ്പോൾ ഇറിറ്റബിൾ ആയിരിക്കും. വേറെ കുട്ടികളുമായിട്ടുള്ള ബിഹേവിയർ ശരിയാകാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ രാത്രി ചില കുട്ടികൾക്കൊക്കെ ഈ പ്രശ്നം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മൂത്രം വരെ യൂറിന് പാസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കുട്ടികൾക്ക് രാത്രിയിലും പകലും ശ്വാസത്തിന് തടസ്സമുണ്ടെങ്കിൽ അവരുടെ വളർച്ചയെ അത് ബാധിക്കും. ചില കുട്ടികളുടെ ശരീരം നമ്മൾ എത്ര ആഹാരം കൊടുത്താലും അവരുടെ ശരീരം പുഷ്ടിപ്പെടുന്നില്ലെന്ന് നമ്മൾ പറയും. അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ ഇസ് ഈ രാത്രി അവരുടെ ആഹാരവും വെള്ളവും മനസ്സുപോലെ കുടിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ആവശ്യമുള്ള ഓക്സിജൻ അവർക്ക് രാത്രി കിട്ടുന്നില്ല. പിന്നത്തെ നമ്മൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡിനോയിഡ് കാരണം കൊണ്ട് അവർക്ക് ഞാൻ പറഞ്ഞു കുട്ടികൾ കൂടുതലും പ്രശ്നം വരുന്ന രാത്രിയിൽ. അതിന് കാരണം ഞാൻ പകൽ സമയത്ത് അവർ വോളണ്ടറിലി മൂക്കുന്ന ശ്വാസം പോയെങ്കിൽ പൊളിച്ചു വെക്കാൻ ശ്രമിക്കും, വായി കൂടെ ശ്വാസം എടുക്കും. അതല്ലെങ്കിൽ ചിലപ്പം ഈ അഡിനോയിഡ് സൈസ് കുറച്ചും ഈ സൈസിലാണെങ്കിൽ ഇവിടെ ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ ചിലപ്പം മൂക്കിൽ കൂടെ ഈ കാറ്റ് കയറാൻ വഴിയുണ്ട്. ഈ അഡിനോയിഡ് ഗ്രോത്ത് കാരണം കൊണ്ട് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അഡിനോയിഡ് മാസ് അവിടെ ഇരുന്നു പോയെങ്കിൽ അഡിനോയിഡ് കാരണം കൊണ്ട് മൂക്കിൽ കൂടെ ശ്വാസം പോകുന്നില്ല. അപ്പം അതുപോലത്തെ കുട്ടികൾ പൊളിച്ച് കിടന്നുറങ്ങും. ഈ കുട്ടികളുടെ പുതിയ ഡെന്റിഷൻ 5 വയസ്സോ 6 വയസ്സ് കഴിഞ്ഞ് പുതിയ പല്ലുകൾ വരുമ്പോൾ അവർ അടച്ചു വെക്കാത്ത കാരണം കൊണ്ട് ഈ പല്ലുകൾ മേളിലോട്ട് പുറത്തോട്ട് ഉന്തി വരും. ബിക്കോസ് അവർ രാത്രി ഉറങ്ങുമ്പോൾ ഒന്നും അവരുടെ അടയ്ക്കാൻ പറ്റുന്നില്ല. ഒരു പ്രാവശ്യം പല്ല് പുറത്തോട്ട് ഉന്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര ശ്രമിച്ചാലും അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അവരുടെ ചെറിയ അടുക്കുമ്പോഴത്തേക്ക് പല്ല് ഓൾറെഡി പുറത്തോട്ട് പൊന്തി നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ നോസുകളെല്ലാം ശ്വാസത്തിന് കൂടുതൽ എഫർട്ട് എടുക്കുന്ന കാരണം ഒത്തിരി പിഞ്ച്ഡ് കണ്ടീഷനിലായിരിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മൂക്കിൻ്റെയും വായടക്കമുള്ള പാലറ്റ് ഒരു നോർമൽ ആർച്ച് ഷേപ്പ് ഉണ്ട്. അത് കൂടുതലായിട്ട് പൊങ്ങാൻ ഹൈ ആർച്ച്ഡ് പാലറ്റ് ആയിട്ട് നമ്മൾ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു ദശ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൂക്കിൽ നമുക്ക് എല്ലാവർക്കും സിക്രീഷൻസ് വരുന്നുണ്ട്. മൂക്കള ഈ മൂക്കള നമ്മൾ അറിയാതെ നമ്മൾ മൂക്കിനകത്തെ ചെറിയ രോമങ്ങൾ അതിനെ സീലിയ പുഷ് ചെയ്ത് പുറത്തോട്ട് വിട്ടിട്ട് ഇവിടെ നമ്മുടെ വയറ്റിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ദശ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഈ മൂക്കള വരുന്നത് ഇവിടെ തടഞ്ഞു നിൽക്കാൻ ചാൻസ് ഉണ്ട്. മൂക്കള തടഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ചെറിയൊരു കിഴുത്ത കാണുന്നുണ്ട്. ഈ കിഴുത്തക്ക് ഞങ്ങൾ പറയുന്നത് യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയും. യൂസ്റ്റേഷൻ ട്യൂബിനെ ഞാനിവിടെ കാണിക്കുവാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഓപ്പണിങ്. ഈ കിഴുത്തെ കൂടെ നമ്മുടെ ചെവിയുടെ മധ്യഭാഗത്തോട്ട് കാറ്റ് കയറുന്നത്. ഒരു കാരണവശാലും ഇവിടെ മൂക്കള വരികയോ ദശ വന്നിട്ടോ ഈ കാറ്റ് ഇങ്ങോട്ട് കയറാൻ വയ്യാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കാറ്റ് ഓട്ടോമാറ്റിക്കലി അബ്സോർബ് ആയിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഈ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു സൈസ് ഫ്ലൂയിഡ് കളക്ട് ചെയ്യും. ആ ഫ്ലൂയിഡ് കാരണം കൊണ്ട് നമ്മുടെ ഈ ശബ്ദതരങ്ങൾ വന്ന് ഇയർ ഡ്രമ്മെ വന്ന് അടിച്ചിട്ട് വൈബ്രേഷന് പ്രയാസം വരും. അങ്ങനത്തെ വരുന്ന കുട്ടികൾക്ക് കേൾവിക്ക് പ്രശ്നങ്ങൾ വരും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികളെ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഉടനെ റെസ്പോണ്ട് ചെയ്യും. അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരുടെ പുറകിൽ നിന്ന് 1 പ്രാവശ്യം വിളിച്ചാൽ 2 പ്രാവശ്യം വിളിച്ചാൽ അവർ കേൾക്കത്തില്ല. അപ്പം നാച്ചുറലി പേരൻസോ അല്ലെ ടീച്ചേഴ്സോ വോളിയം കൂട്ടി സംസാരിക്കും. വോളിയം കൂട്ടുമ്പോഴത്തേക്ക് വൈബ്രേഷൻ കൂടുന്ന കാരണം ശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ചെറുതായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കേൾവിക്ക് പ്രശ്നം വരും. സാധാരണഗതിയിൽ അഡിനോയിഡുള്ള കുട്ടികൾക്ക് ഈ കേൾവി പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഇതിനകത്ത് മൂക്കള പോലത്തെ ദ്രാവകമാണ് കിടക്കുന്നത്. ഈ ദ്രാവം ഒരു ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ മൂക്കിൽ നിന്ന് വരുന്ന മൂക്കള
അർലി സ്റ്റേജ് ആണെങ്കിൽ വെള്ളം പോലെ ഇരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ അത് കുറുകി ചിലപ്പോൾ മഞ്ഞ കളറാവും. 2 ആഴ്ച കഴിഞ്ഞ് പഴകിയ മൂക്കളയാണ് ചിലപ്പോൾ അത് അതിൻ്റെ കളർ മാറി ഒരു ഗ്രീനിഷ് ടിൻറ്റ് പോലെ വരും, പച്ച കളറാകാൻ തുടങ്ങും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില കുട്ടികൾക്കൊക്കെ ഇത് മാസങ്ങളോളം കിടന്നു കഴിയുമ്പോൾ എന്തു പറ്റും, നമ്മൾ കുട്ടികൾ കണ്ടിട്ട് മൂക്കിൽ നിന്ന് മൂക്കളെടുത്ത് റബ്ബർ പോലെ വലിക്കുന്ന അങ്ങനെ ഒരു പശയായിട്ട് നിങ്ങളുടെ ഇയർ ഡ്രം യുദ്ധത്തിലോട്ട് അങ്ങ് പറ്റിപ്പിടിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻ ഒരു ഭയങ്കര പ്രയാസം വരും, കുട്ടികളുടെ കേൾവിയെ നല്ലപോലെ ബാധിക്കുകയും ചെയ്യും. സോ അഡിനോയിഡ് ഇവിടെ ഇരിക്കുന്ന അഡിനോയിഡ് നിങ്ങളുടെ ചെവിയെ വരെ ബാധിക്കാനും നിങ്ങളുടെ പല്ലിനെ ബാധിക്കാനും കാരണങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ ഭാഗത്ത് വരുന്ന നമ്മുടെ ഏരിയ ടോൺസിൽ. ചില കുട്ടികൾക്ക് ടോൺസിൽ അവരുടെ നോർമൽ സൈസിനേക്കാളും കൂടുതലായിട്ട് വികസിച്ച് വരും. ഈ കുട്ടികൾക്ക് നമ്മൾ സാധാരണഗതിയിൽ അവർക്ക് ടോൺസിലിൻ്റെ ഹൈപ്പർട്രോഫിയും അഡിനോയിഡിൻ്റെ ഹൈപ്പർട്രോഫിയും ഒരേ സമയത്തുണ്ടാകും. അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ ആ കുട്ടികൾക്ക് ചിലപ്പം ടോൺസിൽ ഇൻഫെക്ഷൻ ഇല്ലാതെ തന്നെ അവരുടെ സൈസ് വലുതായ കാരണം കൊണ്ട് കിടന്നു കഴിയുമ്പോഴത്തേക്ക് നാക്ക് എപ്പോഴും നമ്മുടെ പുറകോട്ട് പോകുന്നത് കാണും. ഇവിടെ ഒരു വലിയ ടോൺസിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാക്ക് പുറകോട്ട് പോകുമ്പം അത് നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനുള്ള ചികിത്സയെ പറ്റിയാണ്. ആദ്യം കണ്ടുപിടിക്കാനുള്ള രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ചില സിംറ്റംസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സാധാരണഗതിയിൽ ഒരു കൊച്ചു കുട്ടികൾ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം എക്സ്റേ എടുത്തിട്ടാണ് നോക്കുന്നത്. എക്സ്റേ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ പുറകിൽ അഡിനോയിഡ് ഗ്ലാൻഡ് ഉണ്ടോ, തൊണ്ട പരിശോധിച്ച് കഴിയുമ്പോൾ ടോൺസിൽ എൻലാർജ് ആണെന്ന് നമുക്കറിയാൻ പറ്റും. കുറച്ചുകൂടി ഡീറ്റെയിൽ എക്സാമിനേഷൻ വേണമെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ വിദ്യ പ്രയോഗിച്ചിട്ട് ആ മൂക്കിൽ കൂടെ ട്യൂബ് ഇടുകയോ അല്ലെ സ്കോപ്പ് ഇടുകയോ ചെയ്തിട്ട് നമ്മൾക്ക് ആ അഡിനോയിഡിൻ്റെ സൈസിനെയും അതിൻ്റെ ഷേപ്പിനെയും ഒക്കെ നമുക്ക് മൂക്കിൽ കൂടെ തന്നെ കാണാൻ പറ്റും. ഈ എൻഡോസ്കോപ്പി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ അഡിനോയിഡിന് മാത്രമല്ല, മൂക്കിൽ കൂടെ വരുന്ന ഏത് തടസ്സങ്ങളും, മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ്, മൂക്കിൻ്റെ ദശയുടെ വളവ്, അല്ലാതെ വേറെ ഗ്രോത്തുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് നേസൽ എൻഡോസ്കോപ്പി. അപ്പം നേസൽ എൻഡോസ്കോപ്പി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ വരുവാണെങ്കിൽ സാധാരണ നമ്മളൊരു കൊച്ചു കുട്ടികൾക്ക് ചെറുതായിട്ടൊരു ബ്രീതിങ് പ്രോബ്ലം ഉള്ളെങ്കിൽ അവർക്ക് സൈഡ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ബ്രീതിങ്ങിന് ഇമ്പ്രൂവ്മെന്റ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എപ്പോഴും കുട്ടികൾ നേരെ സൈഡിലായിട്ടല്ല കിടക്കുന്നത്, ചിലപ്പോൾ നേരെ കിടക്കും, അന്നേരം ബ്രീതിങ് ഡിഫിക്കൽറ്റി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇൻ കേസ് നമ്മൾ നോക്കുക, ഈ നേസോഫാരിഞ്ചൽ എയർവേ നല്ലപോലെ കോംപ്രമൈസ്ഡ് ആണെങ്കിൽ, ഒരു കുട്ടിക്ക് ഒരു എമർജൻസി ആയിട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ട്യൂബ് ഇടേണ്ടി വരും, നേസോഫാരിഞ്ചൽ എയർവേ ഇടേണ്ടി വരും. അല്ല, താഴത്തെ ലെവലിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എൻഡോട്രേക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്യാറുണ്ട് ഒരു അക്യൂട്ട് എമർജൻസി കേസുകളിൽ. പക്ഷേ സാധാരണഗതികളിൽ അഡിനോയിഡിനും ടോൺസിലിനും അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ റിമൂവൽ ഓഫ് ദീസ് മാസ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ടോൺസിൽ സർജറി ചെയ്യുന്നത് എല്ലാം ഇൻഫെക്ഷൻ ഉള്ള ടോൺസിലിന് വേണ്ടി മാത്രമല്ല. ചില സമയത്ത് ടോൺസിലിൻ്റെ സൈസ് ആവശ്യത്തിനേക്കാളും കൂടുതൽ വികസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശ്വാസതടസ്സം ഉണ്ടാക്കാൻ, ടോൺസിലിന് ഒരു ഇൻഫെക്ഷൻ ഇല്ലാതെ പോലും അവർ ഈ ടോൺസിൽ എടുത്തു കളയേണ്ട ആവശ്യം വരുന്നു. അത് ചിലപ്പം പാർഷ്യൽ റിമൂവൽ ആയിരിക്കും, ചിലപ്പോൾ കംപ്ലീറ്റ് റിമൂവൽ ആകാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ടോൺസിൽ അഡിനോയിഡ് ഉണ്ടെങ്കിൽ അതിനെ 100% നമ്മൾ റിമൂവ് ചെയ്താലേ എയർവേ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഈ കുട്ടികളുടെ ശ്വാസം വഴി ക്ലിയർ ആയി കഴിയുമ്പോൾ അവരുടെ സ്ലീപ്പ് നല്ല സ്മൂത്താകും. ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഞാനൊരു 37 വർഷം കൊണ്ട് ഇപ്പോൾ ENT പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഈ അഡിനോയിഡ് ഒബ്സ്ട്രക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ, ചില കുഞ്ഞുങ്ങൾക്ക് അലർജി കൂടെ ചിലപ്പോൾ കോ എക്സിസ്റ്റൻ്റ് കാണും. അലർജി ഉള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ കാണുന്ന മൂക്കിലെ ദശയ്ക്കും വീക്കം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദശക്ക് അത് മരുന്നും കൊണ്ട് നമുക്ക് ക്യൂർ ചെയ്യാവുന്ന കാര്യം. പക്ഷേ അഡിനോയിഡ് സൈസ് നമ്മളിപ്പം ഒത്തിരി ചെറിയ അനസ്തെറ്റിസ് റിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ, അവർക്ക് അഡിനോയിഡ് മാസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം അവർക്ക് സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ ഒക്കെ കൊടുത്ത് നോക്കും. പക്ഷേ സാധാരണഗതിയിൽ നമുക്കൊരു അനസ്തീസിയ ഫിറ്റ്നസ് ഉള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ അഡിനോയിഡ് സർജറി ചെയ്തിട്ട് അവരെ ആ പ്രോബ്ലത്തിൽ നിന്ന് അവരെ റിലീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് അഡിനോയിഡ് എടുക്കാൻ പറ്റും, ടോൺസിൽ എടുക്കാൻ പറ്റും. ഇനിയിപ്പം സർജിക്കൽ ടൈപ്പിനെ പറ്റി നിങ്ങളോട് സംസാരിക്കാം. പണ്ടത്തെ കാലം മുതൽ നമ്മൾ ചെയ്യുന്ന കൺവെൻഷണൽ സർജറി എന്ന് പറയും, അതിന് പറഞ്ഞ കോൾഡ് സർജറി എന്ന് പറയും. അതിനകത്ത് നമ്മൾ സർജിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് അഡിനോയിഡിനെ ബാക്ക് ഓഫ് ദ നോസ് പോയിട്ട് അത് വായിക്കൂടെ പോകുന്നത് പാലറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് അഡിനോയിഡിന്റെ ആ മാസിനെ ക്യൂറേറ്റ് ഔട്ട് ചെയ്യുന്ന പരിപാടിക്കാണ് അഡിനോയിഡ് കോൾഡ് സർജറി അല്ലെ അഡിനോയിഡ് ക്യൂറേറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോൺസിലാണെങ്കിലും ടോൺസിലിനെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് എടുക്കുന്നത് ഡിസെക്ഷൻ മെത്തഡ് വഴി നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് അതിനെ റിമൂവ് ചെയ്ത് എടുക്കുന്നു. പിന്നെ അതിലുണ്ടാകുന്ന ബ്ലീഡിങ് വല്ലതും ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ആ ബ്ലീഡർ ബ്ലഡ് വെസൽസിനെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിനെ ലൈഗേറ്റ് ചെയ്യാറുണ്ട്.
പിന്നത്തെ രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വന്ന കാര്യമാണ് കോട്ടറി എന്ന് പറഞ്ഞാൽ. കോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് സാധനം വെച്ച് ഉപയോഗിക്കുന്ന സാധനമാണ്. കോട്ടറൈസേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കോട്ടറി വെച്ച് നമുക്ക് ഈ ട്യൂമറിനെ റിസെക്ട് ചെയ്യാൻ പറ്റും, ടോൺസിലിനെ റിസെക്ട് ചെയ്യാൻ പറ്റും. ബ്ലീഡർ വന്നു കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ കോഗുലേറ്റ് ചെയ്ത് കോട്ടറൈസ് ചെയ്യാറുണ്ട്. കോൾഡ് സർജറിയും കോട്ടറി കഴിഞ്ഞിട്ട് വന്ന സർജറിയാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനകത്ത് പ്ലെയിൻ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഉണ്ട്, അതിൽ സെയിം കോട്ടറി പ്രിൻസിപ്പിൾസ് ആണ്. പക്ഷേ അത്രയും ടെമ്പറേച്ചർ റേസ് ആകത്തില്ല. അത് കാരണം ടിഷ്യൂവിന് നമ്മൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രയാസങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ലേസർ അതിനിടയ്ക്ക് വന്നു. ലേസറിനകത്തുള്ള വേറെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടിഷ്യൂ ചാറിങ് ഉണ്ട്. ടിഷ്യൂ ചാറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവൻ ഡാർക്ക് കളറായിട്ടിരിക്കും നമ്മളൊരു സർജറി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. പിന്നെ ചില സമയത്ത് അതിൻ്റെ ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസും ചില കേസുകളും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മിക്കവാറും സെൻറ്ററുകളിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് കോബുലേഷൻ. കോബുലേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് കോ അബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റേഡിയോ ഫ്രീക്വൻസി മെക്കാനിസം തന്നെയാണ്. ഇതിൻ്റെ ഈ പ്രോബ് നമ്മൾ ഈ കാണുന്ന സാധനം, ഈ പ്രോബ് ഇതിൻ്റെ ടിപ്പിൽ കുറച്ച് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടിപ്പിൽ അകത്തുനിന്ന് സലൈൻ എപ്പോഴും ഇറിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഇത് വാട്ടർ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒരു പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യും. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഒരു സൈസിൻ്റെ ഒരു ഫോഗിങ് പോലത്തെ ഏരിയ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ആ പ്ലാസ്മയാണ് നമ്മുടെ ടിഷ്യൂവിനെ കട്ട് ചെയ്യുന്നത്. അപ്പം ടിഷ്യൂവിനെ കട്ട് ചെയ്യാനും അത് യാദൃച്ഛികമായിട്ടൊരു ചെറിയ ബ്ലീഡിങ് വല്ലതും ഉണ്ടായാൽ പോലും അതിനെ കോഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള മെഷീനാണ് ഈ കോബുലേഷൻ. സോ വാട്ട് വി കോൾ ഇസ് അബ്ലേഷൻ മോഡും അതുപോലെ കോഗുലേഷൻ മോഡും, ഈ രണ്ട് മോഡും ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് ആ ടിഷ്യൂവിനെ എടുത്തു കളയാൻ പറ്റും. ഈ ഡിവൈസ് കാരണം കൊണ്ട് നമ്മുടെ സർജിക്കൽ പരിപാടിയിലുള്ള ബ്ലീഡിങ് ഏറ്റവും മിനിമലായിരിക്കും. ഒരു കോൾഡ് കേസ് സർജറിയിൽ നമുക്ക് ഒരു 25 to 50, ചില സമയത്ത് 100 ml ബ്ലഡ് ലോസ് വരെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ യാദൃച്ഛമായിട്ട് ചിലപ്പം 1 തുള്ളിയോ 2 തുള്ളിയോ ബ്ലഡ് പോയെങ്കിൽ പോയി, അത്രയും പോലും പോകാനുള്ള സാധ്യതകൾ ഇല്ലാത്ത ഒരു പ്രൊസീജിയറാണ്. ഇത് ചെയ്തു കഴിയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മാക്സിമം 60 to 70 ഡിഗ്രി ടെമ്പറേച്ചറേ ഉള്ളൂ. ആ 60 to 70 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള കാരണം കൊണ്ട് ആ നമ്മുടെ ടിഷ്യൂ എടുക്കുന്ന സൈഡിലെ നമ്മുടെ വോൾസിനോ അല്ലെ മൂക്കിൻ്റെ ബാക്കിലെ ടിഷ്യൂവിനോ വേറെ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാകത്തില്ല. വേറെ ഇഞ്ചുറീസ് ഉണ്ടാകാത്ത കാരണം കുട്ടികൾക്ക് എത്രയും വേഗം റിക്കവറി കിട്ടാനും അവർക്ക് ടോൺസിൽ സർജറിയിൽ സാധാരണ കുട്ടികൾക്കുള്ള പെയിൻ, പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിനെ നമുക്ക് കാര്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. കോട്ടറി ആണെങ്കിൽ പോലും അവിടെ ഹൈ ടെമ്പറേച്ചർ ബേണിംഗ് ആണ്. ഒരു 200 to 300 ഡിഗ്രി ടെമ്പറേച്ചറാണ് അവിടെ നമ്മൾ കോട്ടറൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ടെമ്പറേച്ചർ മാക്സിമം വരുന്ന 60 to 70 ഡിഗ്രി മാത്രമേ ഉള്ളൂ. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ ഏറ്റവും കുറവായിട്ട് ആ ടിഷ്യൂവിനെ എടുത്തു കളയാനും ആ പ്രൊസീജിയർ ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവുള്ള പെയിൻ കുറയ്ക്കാനും അവിടെ റിക്കവറി ഫാസ്റ്റ് ആകാനും അതുപോലെ ആക്ച്വൽ സർജറി സമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെ നമ്മൾ മിനിമൈസ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് ബ്ലീഡിങ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് ഞങ്ങൾ അഡിനോയിഡും ടോൺസിൽസും റിമൂവ് ചെയ്യുന്ന മെക്കാനിസം. ഈ ഡിവൈസ് ഒരു സ്മിത്ത് ആൻഡ് നെഫ്യൂ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, ഇത് അമേരിക്കൻ കമ്പനിയാണ്, അവരുടെ ഡിവൈസാണ്. ഇതിൻ്റെ ഓരോ പ്രോബ് ഈസ് ഹൈലി എക്സ്പെൻസീവ് സാധനങ്ങളാണ്. ഓരോ പ്രോബിന് 15,000 മുതൽ 35,000 വിലയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോബ് ഉണ്ട്. ടോൺസിലിന് ഉപയോഗിക്കുന്ന പ്രോബ് വേറെ, അഡിനോയിഡ് ഉപയോഗിക്കുന്ന പ്രോബ് വേറെ, നെയ്സൽ പോളിപ്പ് സർജറിക്ക് ഉപയോഗിക്കുന്ന പ്രോബ് വേറെ, നമ്മുടെ വോക്കൽ കോഡിലുള്ള സർജറിക്ക് ഉപയോഗിക്കുന്ന പ്രോബ് വേറെ ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള വേറെ പ്രോബ്സ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. മൂക്കിനകത്തെ ചില ദശകൾ കുറയ്ക്കുന്ന പ്രോബ് വേറെ ഉണ്ട്. അപ്പോൾ ഇതാണ് കോബുലേഷനെ പറ്റി ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പം ചുരുക്കത്തിൽ ഞാൻ കുട്ടികളുണ്ടാകുന്ന ശ്വാസതടസ്സത്തെ പറ്റി സംസാരിച്ചു. അതിൽ നമ്മൾ കോമൺ ആയിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന ഏറ്റവും കോമൺ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ആസ് വെൽ ആസ് ഹൈപ്പർട്രോഫി ഓഫ് ദ ടോൺസിൽസ്. ഇതാണ് ഏറ്റവും കോമൺ ആയ കണ്ടീഷൻ. ഇത് നമ്മൾ ടോൺസിൽ എടുക്കുന്ന ഒരു ഇൻഫെക്ഷൻ കാരണം കൊണ്ടല്ല. ഇൻഫെക്ഷന് നമ്മൾ ടോൺസിൽസ് എടുക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മൾ സർജറികൾ കാണുവാണെങ്കിൽ ഇൻഫെക്ഷന് വേണ്ടി കൊടുക്കുന്ന ടോൺസിലിൻ്റെ നമ്പേഴ്സ് ഒത്തിരി കുറഞ്ഞിട്ട് കുട്ടികളിൽ ഓബ്സ്ട്രക്ഷന് വേണ്ടിയുള്ള ടോൺസിലിൻ്റെ ഓപ്പറേഷൻസ് ആണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. ആ ടോൺസിൽ നമ്മൾ എടുക്കുന്നത് എക്സ്ട്രാ ക്യാപ്സൂളും ഇൻട്രാ ക്യാപ്സൂളും 2 ടെക്നിക്ക് വഴിയും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം
ഇതാ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞ ഈ കോബുലേറ്ററി ടെക്നിക്കിനെ പറ്റി ഞാൻ ഇപ്പോൾ സംസാരിച്ചു. വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് വിത്ത് ദ മിനിമം സൈഡ് എഫക്ട്സ് ഓർ മിനിമം മോർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സർജറി കഴിഞ്ഞുള്ള പ്രയാസങ്ങൾ ഏറ്റവും മിനിമൈസ് ചെയ്യാനും സർജറി സമയത്തുണ്ടാകുന്ന ബ്ലഡ് ലോസ് ഏറ്റവും മിനിമൈസ് ചെയ്യാനുള്ള വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നിക്ക്. താങ്ക് യു.